ഹലോ, വെൽക്കം ബാക്ക് ടു സഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നായ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അതിൻ്റെ ലൈറ്റ് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പകൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗി രാത്രിയിൽ കാണുന്നതിനുണ്ടാവും. മാത്രമല്ല ഇവിടെ പകലൊക്കെ ഇപ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രിയിലാവുമ്പോൾ കുറച്ച് വെയിൽ കുറവുണ്ട്. അതുപോലെ തന്നെ ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ കുറച്ചുകൂടി അടിപൊളിയാണ്. ഇനി നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ അടുത്താണെന്നെങ്കിൽ തോന്നുമെങ്കിലും നടന്ന് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേയും കൂടി ദൂരെയാണ് ഉള്ളത്. അപ്പോൾ സാധാരണ കുറേ പേരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാറുണ്ട്. പക്ഷേ നമുക്ക് വേറൊരു വഴിയുണ്ട്. അപ്പോൾ അതിലൂടെ പോയാൽ നമുക്ക് അണ്ടർഗ്രൗണ്ടിലൂടെ പോയാൽ നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിനി അങ്ങനെ പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മൾക്ക് പോകാനുള്ള ഈ റൂട്ട്. ഇതിൻ്റെ പേരാണ് കർത്തവ്യ പാത്ത്. അപ്പോൾ ഇതിലൂടെ കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് കുറച്ചുകൂടി അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരുപാട് പേരൊക്കെ പോയിട്ട് കണ്ടിട്ടൊക്കെ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലൂടെ നടന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു സെക്യൂരിറ്റി ചെക്കിങ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ അതുമല്ല ഇതിൻ്റെ ചുമരുകളിലൊക്കെ ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഇതിൻ്റെ മാപ്പും അങ്ങനെയൊക്കെ ഇവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുകൂടി ഒന്ന് കണ്ടിട്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് അങ്ങനെ കടന്നു പോവാം. കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇതിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ കൂടി ഉണ്ട് ഇവിടെ. ന്യൂഡൽഹിനെ കുറിച്ചുള്ള കുഞ്ഞു ഹിസ്റ്ററി അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്കൊന്ന് കണ്ട് അങ്ങനെ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താം. വിക്ടോറിയ രാജ്ഞിയുടെ മൂന്നാമത്തെ പുത്രനായ ഡ്യൂക്ക് കനോഡാണ് ഈ മന്ദിരത്തിന് 1921 തറക്കല്ലിട്ടത്. പ്രശസ്തനായ ബ്രിട്ടീഷ് വാസ്തുശില്പി എഡ്വിൻ ല്യൂട്ടൻസ് ആണ് ഈ നിർമ്മിതി രൂപകൽപ്പന ചെയ്തത്. 42 മീറ്റർ ഉയരവും 9.1 മീറ്റർ വീതിയുമുള്ള ഈ നിർമ്മിതി 1931 ഫെബ്രുവരി 12 ഇർവിൻ പ്രഭു രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരണപ്പെട്ടിട്ടുള്ള 70,000 ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിർമ്മിതി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ആയിരത്തി 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള സൈനികരോടുള്ള ബഹുമാനാർത്ഥം 1972 അമർ ജവാൻ ജ്യോതി എന്ന ഒരു ഘടന കൂടി ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. അമർത്യ സൈനികൻ്റെ ജ്വാല എന്നാണ് ഇതിനർത്ഥം. ഇതിലൊരു മാർബിൾ പീഠവും ശവകുടീരത്തിൽ അമർ ജവാൻ എന്ന 4 വശത്തുമായി സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു റിവേഴ്സ് റൈഫിളും സൈനിക ഹെൽമറ്റും പതിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിലേക്കുള്ള ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.